ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സോഡിയാക് സൈൻ എന്ന് പറയുന്നത് അക്വേറിയസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജാനുവരി 20-നും ഫെബ്രുവരി 18-നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സൺ സൈൻ എന്ന് പറയുന്നത് അക്വേറിയസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ എനർജി ചെക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അക്വേറിയസ് പ്ലേസ്മെൻ്റ് ആണ് നിങ്ങളുടെ സൺ സൈൻ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ അക്വേറിയസ് പ്ലേസ്മെൻ്റ് ഉള്ളവർ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് ഈ റീഡിംഗ് നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ കിട്ടിയിട്ടുള്ളത്. റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയം, വളരെ ഒരുപാട് ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരുപാട് ഭാഗ്യം, ഒരുപാട് എന്താ പറയണ്ടേ, നല്ലൊരു എനർജി, അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ റിലേഷൻഷിപ്പ്. അതായത് മാരേജ് ആണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഒരു ഫാമിലി, ഒരു വിവാഹം, കുടുംബം എന്നീ നിലയിലേക്ക്, അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ അത്രയും സീരിയസ് ആയി കാണുന്ന ഒരു എനർജി കാണുന്നു, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയി എടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നാകാം. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഒരു കൂടുതൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ബാലൻസ്ഡ് ആൻഡ് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ, പുതിയ അധ്യായം ഈ റിലേഷൻഷിപ്പിൽ തുടങ്ങിയിരിക്കുന്നതായിട്ടും കൂടെ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒരു റൈറ്റ്ഫുള്ളി നിങ്ങളോട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് എന്തെങ്കിലും ഹീലിംഗ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് വൂൺസ്, ട്രോമാസ് അതൊക്കെ ആക്റ്റീവായി നിന്നിരുന്നതിൽ നിന്നെല്ലാം അവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്ത് അതൊക്കെ ഹീലായി അവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ വളരെ ഒരു പീസ്ഫുൾ ടൈമിലാണ് ഇപ്പോൾ. അവർ എനർജി വൈസ് വളരെ പീസ്ഫുൾ ആണ്, ഓവർ തിങ്കിങ് ഒന്നുമില്ല, വളരെ ഒരു സ്വസ്ഥമായ മനസ്സാണ് അവർക്കുള്ളത്. അവരങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന നിലയിൽ എനർജറ്റിക്കലി നിങ്ങളുമായിട്ട് അവർ അലൈൻഡ് ആകുകയാണ്. അതിന് അവരുടെ ഭാഗത്ത് എഫേർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പാസ്റ്റിലത്തെ ട്രോമ, വൂൺസ് ഒന്നും ഈ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ തീരുമാനത്തിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും അതിൽ നിന്ന് അവർ ഹീലായി ഇപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു ചേഞ്ചിങ് പീരീഡാണ്, ട്രാൻസിഷൻ പീരീഡാണ്. അവർ കൂടുതൽ നിങ്ങളോട് അലൈൻഡ് ആയിട്ട് വരികയാണ് ഓരോ നിമിഷം ചെല്ലുന്തോറും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അവരുടെ എനർജിയിലും അവരുടെ ഒരു അപ്പിയറൻസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവർ വളരെയധികം ഹീൽഡ് ആകുന്നതായിട്ട് കാണുന്നു. അവരുടെ എനർജി ഒരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എനർജി റിലേഷൻഷിപ്പിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ. എനിക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, നിങ്ങൾക്കും ഒരു ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. കാരണം കണ്ടല്ലോ എങ്ങനെയാ കണ്ടോ 4 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെന്താ കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു റിപ്പീറ്റിംഗ് പാറ്റേണിലായിരുന്നു റിലേഷൻഷിപ്പ് വരുമ്പോൾ. എപ്പോഴും ഓവർ തിങ്ക് ചെയ്യാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പലപ്പോഴും എന്താ പറയാ കാട് കയറി ചിന്തിച്ച് അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരുപാട് എന്താ പറയാ അനുഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ മുന്നത്തെ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ കാട് കയറി ചിന്തിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്നു, നിങ്ങൾ എടുക്കുന്ന ചോയ്സസ് തെറ്റായി പോകുന്നു. അതുമൂലം ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു അതൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. എപ്പോഴും അതിങ്ങനെ ഒരേ പാറ്റേണിലായിരുന്നു നിങ്ങൾ. ഓക്കെ. എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് റൊമാൻറ്റിക് കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അത് തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കാതെ എങ്ങനെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്ങനെ അത് അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡെഫിനറ്റ്ലി ആ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ എന്താ പറയാ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബെസ്റ്റ് കേസ് സിനാരിയോ, ഓക്കെ, എങ്ങനെ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, എങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിലാണ് നിങ്ങൾ ഇന്റൻഷനലി ഫോക്കസ് ചെയ്യുക. ഇവിടെ ഈ ഒരു വ്യക്തി കണ്ടോ, ഈ ഒരു ഡോറിന്റെ പിന്നില് ഒരു എന്താ പറയാ ഒരു കപ്പലാണ് അതിങ്ങനെ മറയുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഡോറിന്റെ മുന്നിൽ നോക്കൂ, വളരെ ശാന്തമായ ഒരു കടലിലൂടെ പോകുന്ന ഒരു കപ്പലാണ് കാണിച്ചിരിക്കുന്നത്. ആ വ്യക്തി ആ വ്യക്തി ചൂസ് ചെയ്യുന്നത് ഈ മുങ്ങാറായ കപ്പലിൽ ഫോക്കസ് ചെയ്യാനല്ല, നല്ല രീതിയിൽ പോകുന്ന ശാന്തമായ കടലിലൂടെ പോകുന്ന ഈ ഒരു കപ്പലിൽ ഫോക്കസ് ചെയ്യാനാണ്. എന്ന പോലെ നിങ്ങളും ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ തീരുമാനമാണെന്ന് കാണുന്നു. ആ തീരുമാനം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേൺ, കാലങ്ങളായിട്ട് നിങ്ങൾ അകപ്പെട്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്, റിപ്പീറ്റിംഗ് പാറ്റേൺ, അത് ബ്രേക്ക് ആയതായിട്ടാണ് കാണുന്നത്. ഓക്കെ. വളരെയധികം നല്ലൊരു സമയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കുറെ നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്കും ഇനി വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും. നിങ്ങളെന്ന വ്യക്തിയിലും വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് ആ മാറ്റങ്ങളും അനുഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും വളരെ നല്ലൊരു എനർജിയാണ്. നിങ്ങളും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അവിടെ ഒരു കാത്തിരിപ്പല്ല, നിങ്ങൾക്ക് ഉറപ്പാണ് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൽ. ഓക്കെ. അപ്പൊ ഈ ഒരു കറണ്ട് എനർജി വെച്ചുകൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അതിന്റെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ എനർജി വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഈ എനർജി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കാര്യമായൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സോൾഡിഫൈ ആകുന്നത് കാണുന്നുണ്ട്. ഓക്കെ. കൂടുതൽ എന്താ പറയുക സ്ട്രോങ്ങർ ആകുന്നത് കാണുന്നു, സീരിയസ് ആകുന്നത് കാണുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ, ഓക്കെ, നിങ്ങളുടെ സ്വപ്നം എന്താണോ ഈ റിലേഷൻഷിപ്പിനുമായി ബന്ധപ്പെട്ട് ആ സ്വപ്നം സഫലീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു വർഷത്തിന് ശേഷം. വളരെ ഹെൽത്തി ആയിട്ട് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഒരു വർഷത്തിന് ശേഷവും ഇപ്പൊ തുടങ്ങി ഒരു വർഷത്തിന് ശേഷവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുക. മാത്രമല്ല കൂടുതൽ സീരിയസ്, ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷൻ, ഒരു മാരേജ് വൈബാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ. അങ്ങനെ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് ഇത് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു വർഷത്തിന് ശേഷം. നിങ്ങളോട് മാക്സിമം ഈ റിലേഷൻഷിപ്പിന്റെ പോകുന്ന അതെങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേ രീതിയിൽ അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കാം.
ഇത് നിങ്ങൾ പെട്ടെന്നായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുന്നത്. നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ, വളരെ വിജയകരമായിട്ട് ഈ റിലേഷൻഷിപ്പ് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുന്നതായിട്ടും, നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഈ ഒരു ബന്ധത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം എന്താണോ, എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ തമ്മിലുള്ള കണക്ഷൻ വളരെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആയിട്ടുള്ള പോലത്തെ ഒരു കപ്പിൾസ് ആയിരിക്കും നിങ്ങൾ. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയ, പരസ്പരം ഒരേ രീതിയിൽ കാണുന്ന, ഒരേ രീതിയിൽ ബഹുമാനിക്കുന്ന, ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു കപ്പിൾസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇനി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിനെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകം ഒരു നിർദ്ദേശങ്ങൾ യൂണിവേഴ്സ് തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ, ശാഠ്യങ്ങൾ അതൊന്നും പാടില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ശരി, കുട്ടികളൊക്കെ വേണം, അതൊക്കെ ശരിയാണ്, അത് വേണ്ടാന്ന് പറയുന്നില്ല, എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണം എന്നല്ല പറയണേ. പക്ഷേ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആക്കുക. ഓക്കെ, മെച്ചുവർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതേ മെച്ചൂരിറ്റിയോടുകൂടെ ചെയ്യുക. ഓക്കെ, അതും നിങ്ങളെപ്പോഴും അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിനെ വിജയകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അനാവശ്യമായിട്ട് പിടിവാശികളും ശാഠ്യങ്ങളും പിടിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കി എടുക്കരുത് എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ പാഷൻ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇടയിൽ ആ ഒരു അട്രാക്ഷൻ, ഒരു പാഷൻ, ഇൻറ്റിമസി അത് ഉണ്ടായിരിക്കും. അത് ഹെൽത്തി വേയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നു. അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു പാഷൻ നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇൻറ്റിമസി വേണ്ടതാണ് ഡെഫിനറ്റ്ലി, പക്ഷെ അതൊരു ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നു. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് വേണം അത് അതിൻ്റെ കാര്യങ്ങൾ, അതായത് ഇൻറ്റിമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് രണ്ടുപേർക്ക് പൂർണ്ണ സമ്മതം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കണം എന്നും കൂടെ എടുത്തു പറയുന്നുണ്ട്. ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമത് ഒരാൾ വരാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത് ഒരാൾ നിങ്ങളുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇടപെട്ട് എന്താ പറയാ നിങ്ങളോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അത് വേണ്ട. നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പറഞ്ഞു തീർക്കേണ്ടത്. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് എന്തായിക്കോട്ടെ, എന്ത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം അത്രയും വൾണറബിൾ ആകാനായിട്ട് പറ്റണം. നിങ്ങളുടെ വീക്ക് സൈഡ്, രണ്ടുപേരും വീക്ക് ആയിട്ടുള്ള സൈഡ് പരസ്പരം കാണാൻ പറ്റണം, അത് അംഗീകരിക്കാനും പറ്റണം. ഓക്കെ, അത് നിങ്ങൾ അത്രയും സപ്പോർട്ടിങ് ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ആരെങ്കിലും ഇടയിൽ കയറാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവിടെ ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി ഇട്ടിരിക്കണം. ചില ആളുകൾ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ അറിയില്ല. അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങളുടെ പാർട്ട്ണറെ ഉപദേശിക്കുന്നു. അത് വേണ്ട. ഓക്കെ, അങ്ങനത്തെ ഒരു ഇന്റർഫിയറൻസ് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഇനി ഓൾറെഡി ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങൾ അതിനൊരു ഹെൽത്തി ബൗണ്ടറി ഇട്ട് അവരെ അകറ്റി നിർത്തുക. നിങ്ങളുടെ ഇടയിൽ വേറൊരാൾ വരാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാൻ പറ്റണം. അത് എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര വൾണറബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര നിസ്സാരം എന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അത് തുറന്ന് പറയാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒരു തീരുമാനത്തിലെത്താനൊക്കെ സാധിക്കണം. അങ്ങനെ വേറൊരാൾ ഇടയിൽ വരേണ്ട ആവശ്യമില്ല. ഒരു മാധ്യസ്ഥം വഹിക്കാനായിട്ട് ഒരാളും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടയിൽ വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെയായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എനർജി വരണം. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഹെൽത്തി ആക്കുന്നതും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതും. അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരിക്കലും ഇമോഷൻസിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഓക്കെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതുപോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് അങ്ങനെ തന്നെ
അത് ഫോളോ ചെയ്യാതിരിക്കുക. അതെടുത്ത് വീണ്ടും പറയുന്നു, എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് നിങ്ങൾ മനസ്സ് വളരെ സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു സമയം ഏതാണോ ആ സമയത്ത് ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു കാരണവശാലും എന്താ പറയുക, വളരെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഒന്നും പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് അതൊന്നും അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ന്യായമായ കാര്യമായിരിക്കണം. അതും അങ്ങനെ ഉള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടെ നിങ്ങളൊരു സാക്രിഫൈസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും പാടില്ല. എന്നാൽ ആ തീരുമാനം കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരു ദോഷം വരാനായിട്ട് പാടില്ല. അത്രയും ചിന്തിച്ച് അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാനാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, അതാ പറയണേ. അതുകൊണ്ട് തന്നെ വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോഴാണ് ഏതൊരു സാഹചര്യത്തിനും ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നു പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ എത്ര പോസിറ്റീവായിട്ടാണോ ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പിന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, എത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചാണ് ഈ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ്സും വളർച്ചയും. ഓക്കെ, അപ്പൊ ഇപ്പൊ എനർജി വൈസ് വളരെ നല്ലൊരു എനർജിയാണ് കാണുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, ഇത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകും. ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് സത്യം എന്ന് നിങ്ങൾക്ക്, അതാണ് ഫാക്ട് എന്ന് നിങ്ങൾ അഫേം ചെയ്യണം. മനസ്സിലായല്ലോ? അതൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഹോപ്പ് മാത്രം ആയിരിക്കരുത്, അത് നിങ്ങളുടെ സെർട്ടനിറ്റി ആയിരിക്കണം. നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടാവണം. നിങ്ങൾ അത്രയും ഉറപ്പോടുകൂടെ അത് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നൊരു ഉറപ്പോടുകൂടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി വിശ്വസിച്ച് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴെന്ന് പറയുന്നു. ലാസ്റ്റത്തെ കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. വീണ്ടും പറയാണ്, മെച്ചോർഡ് ആകേണ്ടടുത്ത് മെച്ചോർഡ് ആകണം, സീരിയസ് ആകേണ്ടടുത്ത് സീരിയസ് ആകണം. ഓക്കെ, പരസ്പരം അനാവശ്യമായിട്ടുള്ള ഈഗോ ഒന്നും പാടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഏറ്റവും വൾണറബിൾ ആകാൻ സാധിക്കണം. നിങ്ങളുടെ വീക്കസ്റ്റ് സൈഡും നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് സൈഡും നിങ്ങളുടെ പാർട്ട്ണറാണ് കാണേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് പരസ്പരം അങ്ങനെ അത്രയും വൾണറബിൾ ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾ ശീലിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ ഈ മെച്ചോർഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മെച്ചോർഡായിട്ട് തന്നെ ചെയ്യുക. സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. കുട്ടികളി വേണ്ടതാണ്, പക്ഷെ അത് അനാവശ്യ സ്ഥാനത്ത് അനാവശ്യ സമയത്തല്ല ആ കുട്ടികളി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശികളൊക്കെ വരേണ്ടത്. ഓക്കെ, ഈ സീരിയസ്നെസ്സിന് അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റും അർഹിക്കുന്ന ഒരു സീരിയസ്നെസ്സും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എനർജി ചെക്ക്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അക്വേറിയസ് പ്ലേസ്മെന്റ്സ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്